ദൃശ്യം 3 ആണ്. എൻ്റെ പഴയ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട്. ജോസഫിൻ്റെ ഡബ്ബിങ് അടക്കപ്പെട്ട ശേഷം എന്നോട് പറഞ്ഞു, പടം പൊട്ടിയാൽ ഒരു 3 കോടിയുടെ ബാധ്യത എനിക്കുണ്ടാവും. 30 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? 30 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് നോ പറഞ്ഞാൽ നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറും, ഷാഹിനടുത്ത് പോകുന്ന തമാശ. ഞാൻ ആരെയും വെറുപ്പിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ മാത്രം വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഞാനൊരു സങ്കടം പറയട്ടെ. ഞാൻ ശ്രീനിയേട്ടനായിട്ട് ഇന്നേ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. നാടകക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ പേപ്പർ വിരിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. കിലോമീറ്ററോളം നടന്നിട്ടുള്ള ആളുകളാണ്. ചെറിയ രീതിയിലൊരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയാൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയും. ലാലേട്ടൻ്റെ ക്യാരക്ടറും പോലീസാണ്. ഓക്കെ, ബിനു നാക്കും. അപ്പം ബിനു സാധനങ്ങൾ സ്പോട്ടിൽ ഉണ്ടാക്കിയ കാര്യം. നമ്മുടെ ചിന്തകളിൽ ഭയങ്കര വൈരുദ്ധ്യം തോന്നുന്നൊരു സിനിമയെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. സിനിമയായി കാണണ്ടേ? ഇക്കൊരു നടനല്ലേ എടാ, എന്തെങ്കിലൊക്കെ നിന്റെ വരുമ്പോൾ അങ്ങനെ ദൂരം പേര് ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലോ. ജീവിതങ്ങളുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു ഇത്തിരി ഇടിവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി പണിയെടുത്താലേ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് വരും, UDF വരും എന്നുള്ളത് അതിപ്പോൾ അത്ര അപകടം പിടിച്ച കാര്യം ആയിട്ടല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആളുകൾ ചില മൈൻഡ് ചെയ്യാതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഷുഗറും പ്രഷറൊക്കെ വരും മനുഷ്യ. സിനിമയ്ക്ക് എന്തെങ്കിലും അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിലും പേരം പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും. അതൊരു മാസത്തിൽ 2 വരും നായക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പക്ഷെ ഒന്നും എടുക്കാറില്ല. പുതുക്കോട്ടയിലെ പുതുമണവാളൻ്റെ അകത്ത് ഒരു മാളച്ചേട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ആർപ്പുളിക്കുന്ന ഓരോന്നിനും സമയമുണ്ട് ദാസ. അതെ, തീർച്ചയായിട്ടും അതാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഈ പെട്രോൾ എടുക്കാൻ മലപ്പുറം സൈഡിൽ നിന്ന് ടാങ്കർ ലോറി വരും, അതിൽ കയറി വരും. വണ്ടിക്കൂലി ലാഭം. മട്ടന്നൂർ കൊണ്ടുപോയിട്ട് പിഷാരടി നിർത്തി ജയിക്കാൻ പറ്റും. നമുക്ക് ഭാവിയിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ഞാൻ കണ്ടിട്ടുള്ള എന്നെ സിനിമയിൽ പുറത്താക്കണം നിനക്ക് അത് ചെയ്യില്ലേട്ടാ. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. വെൽക്കം ഇർഷാദ് അലി. ഇർഷാദ് കാ, സ്വാഗതം. നമസ്കാരം. നമ്മൾ കുറേ ആയി ഒരിക്കലും പറഞ്ഞ ഇപ്പോഴാണ് ഒരു കറക്റ്റ് ടൈം വന്ന് ചേർന്നല്ലേ? ഓരോ സമയമുണ്ട് ദാസ. അതെ, തീർച്ചയായിട്ടും ഇതാണ് ആ സമയം. മുൻപ് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഇക്കാലത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഒരു സീരിയസ് കണ്ടന്റ് നമുക്ക് സിനിമയാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീ മമ്മൂട്ടിയുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നീ ഇർഷാദിൻ്റെ അടുത്ത് പറയുക. ഇവർ രണ്ടുപേരുടെയും അടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്കത് സിനിമയാക്കാൻ പറ്റും. അങ്ങനെ കേട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊരു തമാശയാണ്. അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമില്ല. മമ്മൂക്കാട് അടുത്ത് പോയിട്ട് അല്ല, അത് ആൻഡോ ചേട്ടൻ, അത് കുറേ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞിട്ടില്ല. ആൻഡോ ചേട്ടൻ ഒരു കളിയാക്കിയിട്ട് പറയുന്നൊരു പ്രയോഗമാണത്. മമ്മൂക്കാടുത്ത് ആരെങ്കിലും വന്ന് കഥ പറയും, സീരിയസ് ആയിട്ടുള്ള ഈ അവാർഡ്, അന്നൊക്കെ അവാർഡ് സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ സമാന്തര സിനിമ എന്നൊക്കെ പറയും. അതെ. ഇവിടെ നമുക്ക് നോ പറഞ്ഞാൽ നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറും, ഷാഹിനടുത്ത് പോകുന്ന തമാശ പറഞ്ഞു. പക്ഷെ അന്ന് ഒരുപാട് സമാന്തര സിനിമകൾ അല്ലെങ്കിൽ വളരെ ഗൗരവപരമായ പ്രമേയം കൈകാര്യം സിനിമകളിൽ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ മമ്മൂക്ക റിജക്റ്റ് ചെയ്ത സിനിമ ഒന്നും എന്നിലേക്ക് വന്നില്ല. പക്ഷെ ഞാൻ ഈ പാരലി ഇത്തരം സിനിമകളുടെ ഭാഗമായതുകൊണ്ട് ആളുകളൊക്കെ വിചാരിച്ചു ശരി ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, നമുക്ക് റിജക്റ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും. ഇപ്പോൾ പാടം എന്നൊരു വിലാപം ചന്ദ്രേട്ടൻ്റെ കൂടെ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിയൻ്റെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പോൾ പ്രിയാന്തൻ്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇവർ അങ്ങനെ റിജക്റ്റ് ചെയ്ത സിനിമകളാവാം, അല്ലെങ്കിൽ അത് അവരൊക്കെയുള്ളോ അന്നത്തെ സമാന്തര സിനിമയുടെ വലിയ ആളുകൾ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തമാശയാണ്. അതിലൊന്നും ഒരു യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നീട് ആ സമാന്തര സിനിമയൊക്കെ ട്രാക്കി മാറ്റിയിട്ട് പക്ക കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് ഒരു ചേക്കേറുന്ന ഒരു സമയമാണ് പിന്നീട് കാണുന്നത്. ഇപ്പോൾ അത് ഒരുപാട് ഇപ്പം സമസ്ത ലോകം ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ കൂടുതലും ഒരു മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാനത് അല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വരും. ഞാനത് എന്നുവെച്ചാലേ ഇപ്പം ഞാൻ പറയാം, ബിസിനസ്സിൻ്റെ ഒരു ലോകം വന്നു. സിനിമയെ ഇപ്പോൾ പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാത്രമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ TV റൈറ്റുകൾ, പിന്നെ OTT, അങ്ങനെ ഓവർസീസ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ് സാധ്യതകൾ വന്നു തുടങ്ങി. അപ്പം സമാന്തര സിനിമക്കാരും ഇവരുടെ ഈ സിനിമ കച്ചവടം ചെയ്യാൻ മാർക്കറ്റിങ്ങിന് ഇപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കച്ചവടം ചെയ്യണം എന്നുള്ളത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ആ സമയത്ത് സമാന്തര സിനിമക്കാരൊക്കെ സ്റ്റാർ വേയിലുള്ള ആളുകളിലേക്ക് പോയി.
എൻ്റെ കാലത്ത് ഞാനപ്പോൾ പാടുന്നൊരു വിലാപം കാലത്ത് അന്നൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പാടം വന്നൊരു വിലാപം ഒരു 4-5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നൊരു സാറ്റലൈറ്റ് വാല്യൂവിൻ്റെ സമയമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാറുകളുടെ അടുത്ത് പോകാൻ സാധ്യതയുള്ളൊരു സിനിമകളൊക്കെ ആയിരുന്നു അതിപ്പോൾ. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടുള്ള വല്ലാത്ത സ്ട്രഗിളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലൊരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയാൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം വെച്ചാൽ അവൻ സമാന്തര സിനിമയുടെ ആൾ അല്ലെങ്കിൽ അവാർഡ് സിനിമയുടെ ആൾ, ആ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമയിലൊന്നും വിളിച്ചു വരുത്തിയിട്ട് വെറുതെ ചലഞ്ച് ചെയ്യേണ്ട. അല്ലെങ്കിൽ ബുദ്ധിജീവി സിനിമയുടെ ആളാണ്, അവനും ബുദ്ധിജീവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു മണ്ടനാണെന്നുള്ളത് എനിക്കില്ലാതെ. ഓക്കെ. ഇക്ക ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇക്ക തന്നെ പറയുന്നത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇക്കയ്ക്ക് ഒരിക്കലും എന്താണ് ഡൈജസ്റ്റ് ആവാത്ത ഒരു പ്രമേയം, അത് ഇക്കയുടെ ഒരു കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായി വരുന്ന ഒരു പ്രമേയം സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇക്ക ചെയ്യില്ല. അങ്ങനെ ഒരു പ്രമേയം ഇതിനു മുൻപ് ഇക്കയുടെ അടുത്ത് സിനിമയാക്കാൻ വേണ്ടി വരികയും ഇക്ക അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും അപ്പോൾ സിനിമയായി കാണണ്ടേ? ഇക്ക ഒരു നടനല്ലേ? അല്ല, നമ്മൾ എത്രയ്ക്കായാലും നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അടുത്ത കാലത്ത് അത് പ്രിയന്തൻ അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളോട് ഇവിടെ പല ആളുകളും പുതിയ കാലഘട്ടത്തിൽ പല കോംപ്രമൈസുകളും ചെയ്യുന്ന കാണുമ്പോൾ പട്ടിണി എടുക്കുന്ന കാലത്തായാലും ഞങ്ങൾ ഇത്തരം കോംപ്രമൈസിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനത് വളരെ ശക്തമായ രീതിയിൽ FBയിൽ അത് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ശരിയായ രീതിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഏത് നമ്മൾ ചെയ്ത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ ധാരണകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, അല്ലെങ്കിൽ അത് ഒരിക്കലും അതൊരു നാടിന് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. അല്ല, എൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം നോക്കിയിട്ട് ഞാൻ സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബാക്കി ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചിട്ടോ, ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ചെറിയ രീതിയിലൊക്കെ നമ്മളതൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നോക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നവരാണ്. ചെറിയ രീതിയിലല്ല, എത്തിക്സ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് പിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചിന്തകളിൽ ഭയങ്കര വൈരുദ്ധ്യം തോന്നുന്നൊരു സിനിമയെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. അങ്ങനെ സിനിമ ഞാനും പ്രിയന്തനും കൂടി എനിക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ നിർദാക്ഷിണ്യം ചെയ്യില്ല, ഇത്തരം സിനിമകളുടെ ഭാഗമാവാൻ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിന്നും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന. ഞാനങ്ങനെ കടുംപിടുത്തക്കാരല്ല, പക്ഷെ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിലും പേരം പട്ടിണി കിടന്ന് മരിക്കുക തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഏറ്റവും പുതിയ വിശേഷം പെണ്ണുകേസാണ്. ശരിക്കും നടന്ന സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കഥയാണോ? ഇത് ഫെബിൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു സംവിധായകനാണത്. ഫെബിൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. പിന്നെ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഇപ്പം നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ നായിക കഥാപാത്രം അതിൽ കുറേ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് ഈ അടുത്ത കാലത്ത് അത് ഇവിടെ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വന്നു. ആ വാർത്തയെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കിയ സിനിമയല്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അയ്യോ, അതിന് മുമ്പ് എനിക്ക് ഒരു 5-6 വർഷം മുമ്പേ ഫെബിൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ കോ റൈറ്ററൊക്കെ വന്നിട്ടുണ്ട്, ഫെബിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതായിട്ട് ബന്ധമില്ല. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ഒരു നായിക വന്നതായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു പ്രമേയത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ ഈ നമുക്ക് ഒരു നടനെ സംബന്ധിച്ച് പല സ്റ്റേജുകളുണ്ട്. അവസരം കിട്ടി മുഖം കാണിക്കാനുള്ള ഒരു അവസ്ഥ അതിലൂടെയൊക്കെ കടന്നു വന്നത്. അതെ, അതെനിക്കറിയാം. മറ്റേ പുതുക്കോട്ടയിലെ പുതുമണവാളൻ്റെ അകത്ത് ഒരു മാളച്ചേട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ആർപ്പ് വിളിക്കുന്ന ഒരു അതല്ലേ ജയില് ചാടി എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി. അതിന് മുമ്പ് ഞാൻ മറ്റേ PG വിശ്വംഭരൻ സാറിൻ്റെ പാർവതീപുരം എന്ന് പറഞ്ഞ സിനിമയിലെ ഞാൻ ആദ്യം മുഖം കാണിക്കുന്നത്. അതിൻ്റെ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത്. അതെ, മുഖം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മുകേഷ് ഏട്ടൻ്റെ പടത്തില്. അതെ, അതിൻ്റെ അകത്ത് മുഖം കാണിക്കുന്നത് അല്ലേ? മുകേഷ് ഏട്ടൻ്റെ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. അതുപോലെ ആ ഒരു ബെറ്റ് വയ്ക്കുന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സീനൊക്കെ ഉണ്ട്. ആ ബെറ്റിൻ്റെ സമയത്തൊക്കെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനുണ്ട്. ഓക്കെ അതാണ് ഫസ്റ്റ് പടം. അപ്പം ആ ഒരു തുടക്കം, മുഖം കാണിക്കാനൊരു തുടക്കം, ഡയലോഗ് പറയാനുള്ള ഒരു കാലം, പിന്നീട് ഈ പറഞ്ഞതിൻ്റെ അകത്തൊരു റോളായിട്ട് ഒരു പേരുള്ള കഥാപാത്രമാവാൻ വേണ്ടിയിട്ടൊരു സമയം, ഒരു കാലഘട്ടം ഉണ്ടാവും. ഓക്കെ, അത് ആയ ആളുകൾ തിരിച്ചറിയാനൊരു സിനിമ വേണം.
തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു തിരിച്ചറിയപ്പെടുന്നത് വരെ ആർക്കും സംഭവിക്കാം. പിന്നീട് സർവൈവ് ചെയ്ത് പോയി ഇത്രയും കാലങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്ന ഈ ഒരു... ഞാൻ ഇന്നലെ തരുൺമൂർത്തിയായിട്ട് ഞാൻ ഫോട്ടോ കണ്ടിരുന്നു വീട്ടിൽ. ഞാൻ ഇന്നലെ തരുണായിട്ട് തരുണിൻ്റെ പുതിയ സിനിമ ഒരു വേഷം ചെയ്യാം. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കുറേ കാലമായി തരുണിനെ കണ്ടിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അനിയനെ പോലുള്ളൊരു ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട് ഞങ്ങൾ കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറേ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇത് സംസാരിച്ച ശേഷം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? 30 വർഷമായിട്ട് ഇവിടെ ഞാൻ ഉണ്ട്. അതൊരു വലിയ നിസ്സാര കാലയളവല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലതുവശത്തെ കള്ളെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങാൻ അതൊക്കെ നമ്മുടെ ടോപ്പിക്കിലുണ്ട്. ബിജുവേട്ടന് ഇത് അപ്പം ഞാൻ തരുണോടും പറഞ്ഞു 30 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ബിജുവേട്ടനും ഇട്ട് ഞാൻ സംസാരിക്കേണ്ട ഇടയിൽ ബിജുവേട്ടനും പറഞ്ഞു, എടാ നീ സ്റ്റാറാവുക അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, പക്ഷേ 30 വർഷമായിട്ട് നീ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. അത് നീ ചെറുതായിട്ട് കാണില്ല. കാരണം ഇന്നലെ വന്നവർ അല്ലെങ്കിൽ 4-5 കൊല്ലം മുമ്പ് വന്നവരൊക്കെ എത്ര പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, എത്ര പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നീ അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ സമരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും പറ്റും. സർവൈവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ സമരമാണ്. അത് സിനിമയുടെ അത്രമേൽ തീവ്രമായ ഭ്രാന്ത് ഉണ്ടാവണം. സിനിമയല്ലാതെ വേറൊന്നും മോഹിക്കുക വെച്ചാൽ ഇന്ന് സിനിമ, നാളെ ബെൻസ്, മറ്റൊന്ന് തൃത്വത്തിൽ ഫ്ലാറ്റ്, അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അതൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തുടങ്ങിയിട്ട് നാടകക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ പേപ്പർ വിരിച്ച് കിടന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. നമ്മൾ കിലോമീറ്ററോളം നടന്നിട്ടുള്ള ആളുകളാണ്. 10 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് ഗുരുവായൂരിന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ നടന്നിട്ട് പോയിട്ടുണ്ട് നാടകം കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ എനിക്ക് നടന്നു പോകാൻ പ്രശ്നമില്ല, ബസ് സ്റ്റോപ്പിൽ കിടക്കാൻ പ്രശ്നമില്ല. അങ്ങനെ ആൾക്ക് അത്ര വലിയ സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക, അഭിനയിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ശരികളും എൻ്റെ തീരുമാനവും അത് തന്നെയാണ്. എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണം. ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് പറ്റുന്നുണ്ട് ഇപ്പോൾ. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്ക് ഇതിന് ഒരു കുറച്ച് പോർഷൻ എനിക്ക് വളരെ കണക്റ്റ് ആവും. കാരണം എനിക്ക് നമ്മൾ എത്ര അന്ന് ഞാൻ കാണുന്ന സമയത്തുള്ളൊക്കെ എനിക്കറിയാം. അന്നത്തെ അന്ന് ഇപ്പം അതിൻ്റെ വേറൊരു അതിന് മുൻപ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പരിചയമുണ്ട്. ഇപ്പം അന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴും എനിക്ക് തോന്നുന്നു 1 BHK ഫ്ലാറ്റിലാണ് ഒക്കെ താമസിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ ഈ അതേ 1 BHK ഫ്ലാറ്റ്. അപ്പം ഞാൻ അവിടുത്തെ അതൊക്കെ മാറി. കാരണം ഞാൻ തൃശ്ശൂർ എനിക്ക് വീടുണ്ട്. തൃശ്ശൂർ എനിക്ക് വീടുണ്ട്. അങ്ങനെ സ്ഥലങ്ങൾ താമസിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെ എവിടെയുണ്ട്. എനിക്കങ്ങനെ ഞാനങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. എനിക്കങ്ങനെ യാത്ര ചെയ്യാൻ ഒരു വാഹനം വേണം, കിടക്കാനൊരു സ്ഥലം വേണം. അതിലപ്പുറത്തേക്കൊന്നും വലിയൊരു സ്വപ്നം ഞാൻ പറഞ്ഞില്ല. എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന അല്ലെങ്കിൽ എന്നെ അമ്പരപ്പിക്കുന്ന, ആളുകൾ ഇഷ്ടപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ മനോഹരമായി ചെയ്യുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഇല്ല. ഈ പാർവതി പരിണയം തൊട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഇപ്പം പെണ്ണ് കേസ് വരെ എത്തി നിൽക്കുമ്പോൾ, ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ത്രെഡ്മൂർത്തി പടം വരെ എത്തി നിൽക്കുന്ന സമയത്ത് 30 വർഷങ്ങളാവുന്നു. ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന മുഖങ്ങൾ ആരുടെയൊക്കെ ആയിരിക്കും? അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, റിഗ്രറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മിശ്ര ഫീലിങ്ങിൽ വരുന്ന എന്തായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ വരുന്നത്? എല്ലാം നന്മയോടെ സന്തോഷത്തോടെ ഓർക്കുക എന്നുള്ളതല്ലാണ്ട് ഞാനിങ്ങനെ കുറ്റബോധങ്ങളോ ഒന്നുമില്ലെന്നേ. നമുക്കിങ്ങനെ ഇത്രയെല്ലാം എത്തിയല്ലോ എന്നുള്ളത് വലിയ താങ്ക്സാണ്. അത് ആർക്ക് പറഞ്ഞാൽ ഈ സമൂഹത്തിനോട് നന്ദി പറയുന്നു, ഈ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ ഇൻഡസ്ട്രിയോട് നന്ദി പറയുക. അതിനപ്പുറത്തേക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പേരെടുത്ത് പറയുക എന്നുള്ളതല്ല. ഈ സമയം വരെ ഇങ്ങനെ ഇപ്പം ഇന്ന് വേറൊരു സുഹൃത്തായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ യാദർശികമായിട്ടാണ് ഉണ്ടാവുന്നൊരു കാര്യം വെച്ചാൽ, അല്ല നിങ്ങളുടെ നന്മ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ ഇത്രയും കാലം പിടിച്ചേക്കുന്നത് എന്നൊക്കെ ഞാൻ പറയും. ഞാനാരെയും വെറുപ്പിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ മാത്രം വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം, ഈ പറയുന്ന പരസ്പരം സ്നേഹവും വിശ്വാസവും പങ്കുവെക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് അങ്ങനെ 30 വർഷത്തെ പേരൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കുള്ള കാര്യമാണ്. ഇന്നും എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറയുന്നപ്പോൾ എത്രയോ പേര്
ഞാനൊരു സങ്കടം പറയട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചോദിച്ചതിനൊരു ഒരു കൃത്യമായൊരു ഉത്തരം പറയാം. 30 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര ബന്ധമായിരുന്നു ശ്രീനേട്ടനായിട്ട്. അങ്ങനെ വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുകയും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ശ്രീനേട്ടനായിട്ട് ഇന്നേ വരെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. ശ്രീനേട്ടൻ്റെ ഒരു കഥാപാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു സങ്കടമുള്ള കാര്യം എനിക്ക് പറഞ്ഞാൽ. ഞാനത് ശ്രീനേട്ടൻ മരിച്ച ശേഷം നമുക്കത് ലൈവായിട്ട് കേൾക്കുമ്പോൾ നമ്മളത് ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ശ്രീനേട്ടനായിട്ട് ഞാൻ ഇപ്പോൾ ഞാനും പ്രിയനും കൂടിയിട്ടാണ് ആദ്യം കാണുന്നത്. ഉദയനാണ് താരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസം ഒരു ദിവസം മുഴുവൻ കുറേ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സന്തോഷ് ശശികാന്തത്തിൻ്റെ പുസ്തക പ്രകാശനം, അങ്ങനെ പല ഇടങ്ങളിലൂടെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീനേട്ടൻ്റെ കൂടെ പറ്റിയിട്ടില്ല. അതിപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. വീണ്ടും പരിചയപ്പെടാൻ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം, ഒരു സീനെങ്കിലും വന്ന് പറ്റിയില്ല എന്നുള്ളത് വലിയ നഷ്ടബോധം തോന്നുന്നുണ്ട് ശരിക്കും. ഈ നമുക്ക് ഈ 30 വർഷത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നില്ല. അത് ഇപ്പം 30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. സിനിമ തന്നെയാണ് ലൈഫ്, ജീവനും ശ്വാസവും എല്ലാം സിനിമയാണ്, എല്ലാം തന്നതും സിനിമയാണ്. നാടകത്തിലുണ്ടായിരുന്നു, ഇപ്പം കവിതകൾ പ്രിയമാണ്. ഈ 30 വർഷമായിട്ട് കൈക്കുള്ളിൽ നിർത്തി വളർത്തുന്ന ഒരു സിനിമയ്ക്ക് ഇർഷാദ് അലി എന്ന നടൻ തിരിച്ചെന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ ഷെറീഫ് ഈസ എന്ന് പറയുന്നൊരു സംവിധായകനുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സംവിധായകൻ. അദ്ദേഹം ചെയ്തൊരു സിനിമയുണ്ട്, ആണ്ടാൾ എന്ന് പറയുന്ന സിനിമ. അത് പ്രൊഡ്യൂസ് ചെയ്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നത്. എനിക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കാശുകാരനായിട്ടൊന്നുമല്ല, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ചെറിയ സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിനൊരു സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര എവിടെ കൊണ്ട്, ഇപ്പോൾ ആണ്ടാൾ എന്ന് പറയുന്ന സിനിമ ധാക്കയിലൊക്കെ പോയതാണ്, അമേരിക്കയിൽ ഫെസ്റ്റിവലിലൊക്കെ പോയതാണ്, കുറേ ഫെസ്റ്റിവൽ, പൂന ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാട് ഇന്ത്യയിലും വിദേശത്തായിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവൽ. ഇങ്ങനെ ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സിനിമയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയത് നമ്മൾ സിനിമയിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കേണ്ടായിട്ടില്ല. പിന്നെ സിനിമയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സിനിമയാണ്, ഇതല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന എൻ്റെ സത്യസന്ധമായിട്ടുള്ള യാത്രയോട് ഞാൻ 100% നീതി പുലർത്തിയിട്ടുണ്ട്. സിനിമയെ ദ്രോഹിക്കുന്ന രീതിയിൽ, സിനിമയ്ക്ക് എന്തെങ്കിലും അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് ഞാൻ കൊടുത്തൊരു മുതൽക്കൂട്ട്. തീർച്ചയായിട്ടും. തരുൺമൂർത്തിയുടെ അടുത്ത സിനിമയിലുണ്ടെന്ന് പറഞ്ഞു, ലാലേട്ടൻ സിനിമ. എന്തായിരിക്കും കഥ? അതിനെന്തെങ്കിലും ജോണറുണ്ട്? കഥ എന്ന് വെച്ചാൽ ജോണർ എന്താണ്? അത് എങ്ങനെ എന്തെങ്കിലും, കാരണം പല കിംവദന്തികളും അന്തരീക്ഷത്തിലുണ്ട്. മറ്റൊരു ഡയറക്ടർ ചെയ്യാനിരുന്ന സിനിമയിൽ ഡയറക്ടർ മാറിയതാണെന്നും അതല്ല ഇത് കംപ്ലീറ്റ്ലി പുതിയ കഥയാണെന്നും. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്തായിരിക്കും? അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അവർ തരുന്നില്ലായിരിക്കും നല്ലത്. ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഇപ്പോൾ എനിക്ക് തരാവുന്ന ഒരു കാര്യം. അതെ, അത് കോമഡി അല്ല, ഞാനൊരു പോലീസ് ഓഫീസറായിട്ടാണ്. ഓക്കെ. ലാലേട്ടൻ്റെ ക്യാരക്ടറും പോലീസാണ്. ഓക്കെ. അത് ഒക്കെ അങ്ങനെ തന്നെയാണ്. സീരിയസ് സിനിമ, ഒരു കോമഡി സിനിമയല്ല, എന്നാൽ ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഹ്യൂമറുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ നമ്മുടെ തുടരും സിനിമയ്ക്കകത്ത് ഇടയ്ക്കുള്ള മറ്റേ ഒരു ഡയലോഗ് ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും കഴിയാതെ മറ്റേ നാഗാസൈരന്ദ്രയുടെ അത് തന്നെ എടുത്തതല്ലേ? അതൊക്കെ സ്പോട്ടിൽ വന്ന ഇംപ്രൈസേഷൻ ആണോ? അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അത് തരുൺ അത് എഴുതി വെച്ചത്, ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് കയ്യടിയിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ ആളുകൾ ചിരിക്കാൻ സാധ്യതയുള്ളൊരു സീക്വൻസാണ് എന്ന് പറയുന്ന സ്പോട്ടിൽ വേണമെങ്കിൽ ഞാൻ പറയാവുന്ന ഒരു ഇംപ്രൂവൈസേഷൻ. സ്റ്റേഷനിൽ പോയിട്ട് നാക്കുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ബിനു നാക്കും, അപ്പോൾ ബിനു നാക്കുക, ഈ സാധനങ്ങൾ സ്പോട്ടിൽ ഉണ്ടാക്കിയ കാര്യം. നമ്മൾ വണ്ടി പിടിച്ചിട്ട് നിൽക്കുകയും ഞാൻ പട്ടിക്കാരൻ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ചെന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ബിനു അതൊക്കെ ചിരിച്ച സീനാണ്. അതെ, ബിനു ആക്കുന്നതൊക്കെ അതൊക്കെ സ്പോട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സിനിമയിൽ നിന്ന് ടോട്ടലി മാറി ചോദിച്ചു കഴിഞ്ഞാൽ കവിതകൾ വായിക്കാൻ ഇപ്പോഴും സമയം കിട്ടാറുണ്ട്. ഒരു സമയത്ത് ഞാൻ എപ്പോഴും കവിത വായിച്ച് പാടി വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ തികച്ചും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്ന സമയമാണ്. കോവിഡ് കാലത്താണല്ലേ? ഞാനേ ഇപ്പം ഈ അടുത്ത കാലത്ത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ചൊല്ലി, കോവിഡ്
ആളുകൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയൊരു കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ, എനിക്ക് തിരിച്ചാലോചിക്കുമ്പോൾ, ഞാൻ ആ കാലത്ത് ഒരു ടെൻഷൻ അനുഭവിക്കാത്ത മനുഷ്യനായിരുന്നു. അതെങ്ങനെ സാധ്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് എല്ലാ ദിവസവും കവിത എഴുതുമായിരുന്നു. ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. നാളെ എന്തിനെക്കുറിച്ച്, ഞാൻ നാളെ എന്ത് എന്നുള്ളതെന്ന് വെച്ചാൽ നാളെ ഇടേണ്ട കവിതയെക്കുറിച്ചാണ് എൻ്റെ ആലോചന ഉണ്ടായിരുന്നത്. അല്ലാതെ നാളെ എന്ത് സംഭവിക്കും, എൻ്റെ EMI അല്ലെങ്കിൽ ആളുകളൊക്കെ അതൊക്കെ ടെൻഷനായിരുന്നല്ലോ. ഞാനങ്ങനെ വലിയ EMI ഒന്നും എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളല്ലേ. എനിക്ക് കൊക്കിലൊതുങ്ങുന്നു തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്ത് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ നിമിഷം വരെ ഒരു അസുഖത്തിൻ്റെയും ഗുളിക കഴിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ തന്നെ അതങ്ങനെ തന്നെ പോട്ടെ. അതൊരു വലിയ സന്തോഷമായിട്ട് കാണും. കാരണം ഞാനെല്ലാം കൂളായിട്ട് ഓക്കെ എങ്ങനെയാണോ ഓക്കെ. അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആലോചിച്ചൊരു കാര്യമാണ്. ഞാൻ മറികടന്നത് ഇതാണ്. അന്ന് കവിതകൾ ഡെയിലി ഒരു കവിത FBയിൽ എടുത്തിടും. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കവിത പഠിക്കണം. ആ കവിത പഠിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് അത് ചൊല്ലി, ഒരു 11 മണിക്ക് തുടങ്ങി സ്വയം ട്യൂൺ ചെയ്ത്, ട്യൂണല്ലോ, ഗദ്യ കവിതകളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനൊരു 10-20 പ്രാവശ്യമൊക്കെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് തന്നെ സമയം പോവും. 1 മണിക്കൂറോളം അത് എടുക്കും. അത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വരുന്ന അതിൻ്റെ ഹരം കാണും. അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ച് നല്ല രസമുള്ള കവിതകളെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഊണ് കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാളെ എന്ത് കവിത ചൊല്ലുന്നുണ്ട്, നാളെ ഏതാ കവിത എന്നൊക്കെ ആലോചിച്ച് അതിനെക്കുറിച്ച് കണ്ടുപിടിച്ച് അതൊന്നും നോക്കി വെച്ച് അങ്ങനെ, അതല്ലാതെ വേറൊന്നും ആലോചിച്ചില്ല. വായന നടന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവാക്കിയൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ എനിക്ക് കവിതകളോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ കവിതയിൽ ഇടുക എന്നുള്ളതല്ല, അതിന് മുമ്പ് ചെയ്തിരുന്നതിന്. പക്ഷേ ഇത് ഡെയിലി എന്ന് പറയുന്ന പോലെ ഒരു പ്രോസസ്സ് ഉണ്ടായത് ഈ കോവിഡ് കാലത്ത് അത് വലിയ ഗുണം ചെയ്തു. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ചൊല്ലിയിടാറുണ്ട്. ഇപ്പോഴും കവിതയുടെ ഫോളോവറാണ് ഞാൻ. ഈ കവിത എന്ന് പറയുമ്പോൾ എഴുത്തുകൾ എത്രത്തോളം ഉള്ളിലുണ്ട്? എഴുതി വെക്കാറുണ്ടോ കാര്യമായിട്ട്? ഞാനെന്ന് വെച്ചാൽ എഴുതണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവന്മാരുടെയൊക്കെ കവിത വായിക്കുമ്പോൾ ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ അറിയാവുന്നവന്മാരൊക്കെ നന്നായി എഴുതുന്നുണ്ട്. ഞാൻ വെറുതെ എന്തിനാ ഈ മണ്ടത്തരങ്ങളൊക്കെ എഴുതിയില്ലെങ്കിൽ എന്നാലും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. കവിതകളായിട്ട് എഴുതും. കവിതകളൊക്കെ എഴുതും. നീ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ട് കവിതകൾ എനിക്ക് ദേശാമാനിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നേരത്തെ നീ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ആൾക്കൂട്ടത്തിലൊരാളായിരുന്നു, പിന്നെ ഒരു ഡയലോഗ് പറയാൻ വന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തുടർച്ചയായിട്ട് ഞാൻ എഴുതി വെച്ചൊരു കവിതയുണ്ടായിരുന്നു. അതൊക്കെ സിനിമയായിട്ട് ജാഥയിലെ ആൾക്കൂട്ടത്തിൽ ഏറ്റവും പിറകിലായിരുന്നു. മുന്നോട്ട് വരാൻ ആഞ്ഞു നോക്കി, നടന്നില്ല. മുഷ്ടി ചുറ്റിപ്പിടിച്ച് ഉച്ചത്തിൽ ഉറച്ചു വിളിച്ച് മുന്നിൽ നിൽക്കാൻ പിന്നെയും എത്രയോ കാലം. ആളായി, ആർപ്പായി, ആരവമായി കൊടിവെച്ച കാറിൽ വടിവത്ത കതറിൽ വന്നിറങ്ങാൻ പിന്നെയും എടുത്തു അനേക കാലം. നമ്പൂരിയുടെ പൂണൂല് പൊട്ടിച്ച് നിസ്കാരത്തഴമ്പിലേക്കും ലോഹയിലേക്കും സാഹസപ്പെട്ട് മാന്ത്രികനെ പോലെ ചിലപ്പോഴൊക്കെ ഒരു അഭ്യാസിയെ കണക്കെ. കവലയിലെ മുറുക്കാൻ കടയിൽ നിന്നും ജംഗ്ഷനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവൻ വന്നിറങ്ങിയത് മെഴ്സിഡീസ് ബെൻസിൽ. തുടക്കം ഗുണ്ടാതലവൻ്റെ ശിങ്കിടി. ചേരി പൊളിച്ച് അധോലോകം നേടാൻ നഷ്ടങ്ങൾ, അനേകായിരം നഷ്ടങ്ങൾ. കോൺസ്റ്റബിളിൽ നിന്ന് SP-യിലേക്കും ലെഫ്റ്റനൻറ്റ് കേണലിൽ നിന്ന് സൈബർ സെല്ലിലേക്കും അതിവേഗത്തിൽ ട്രാൻസ്ഫറിൽ ഓടിക്കളിച്ചു. കല്യാണ വീട്ടിൽ മണവാളനാകും, അച്ഛനാകും, അളിയനാകും, അമ്മാവനാകും. മരണവീട്ടിൽ മൃതദേഹം മുതൽ ശാന്തിക്കാരൻ വരെ. രണ്ടറ്റവും വലിച്ചു കെട്ടിയ കയറിലൂടെയുള്ള ഒരു സർക്കസുകാരൻ്റെ ബാലൻസ് ഇല്ലാത്ത യാത്രയ്ക്ക് ശേഷമാണ് ഒരുവൻ വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുക എന്നത് സംഭവിച്ചേക്കാവുന്നത്. കോടമ്പക്കത്തെ പൈപ്പ് വെള്ളത്തിനേക്കാൾ ചവർപ്പുണ്ടത്രേ കൊച്ചിയിലെ കോർപ്പറേഷൻ വാട്ടറിന്. ജാഥയ്ക്ക് പിറകിൽ നിന്ന് ഒരടി വയ്ക്കാൻ കഴിയാതെ ആൾക്കൂട്ടത്തിൽ തിരക്കിൽ വീണുപോകുന്ന അനേകായിരങ്ങളെ പകർത്താൻ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പുതിയൊരു ക്യാമറ.
എത്ര പേരുണ്ടെന്നറിയോ? ഒരു സീനിൽ അഭിനയിച്ചിട്ടും 2 സീനിൽ അഭിനയിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് അനുഭവങ്ങളാണ് കൃത്യം കടന്നു വന്ന വഴികളല്ലേ. സീനിൽ വന്നു, പിന്നെ ജാഥയിൽ നിന്നു, പിന്നെ ഒരു കതറിട്ട് വന്നു, പിന്നെ കൊടിവെച്ച കാറിലാവും വരിക. ഇങ്ങനെ ചെറിയ ചെറിയ കയറ്റുണ്ടാവും. എന്നിട്ട് അവസാനം ഇങ്ങനെ. പക്ഷേ ഒരു സീനിൽ അഭിനയിച്ചിട്ട് ഇപ്പോഴും ഈ കൊച്ചിയിലെ കോർപ്പറേഷൻ വാട്ടർ വെള്ളം കുടിച്ച് ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു 3 പേരോ 30 പേരെയോ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം അമ്മയിൽ തന്നെ 500 ചില്ലാനം മെമ്പർമാരിൽ എത്ര പേരാണ് അഭിനയിക്കുന്നത്? ശരിയാണ്. ഇന്ന് പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ 30 പേര് വരുന്നെങ്കിൽ 30,000 ആളുകൾ ഇതിന് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യൂ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോ ഫ്ലാറ്റിൽ പോയാൽ കാണാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴും വടക്കാഞ്ചേരിയിലൊരു സുഹൃത്തുണ്ട് എനിക്ക്. ഞാൻ കുടമാറ്റം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ ഈ ഷൊർണൂരും ചെറുതുരുത്തി സൈഡിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അന്ന് ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെട്ടുള്ള ഒരുത്തരാണ്. ഇന്നും അവനെ അടുത്ത് വിളിക്കും, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. പ്രണയവർണ്ണങ്ങളുടെ കാലത്ത് കോളേജ് ക്യാമ്പസിൽ അതിൽ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിയാദ് എന്ന് പറഞ്ഞൊരുത്തൻ. അവനാണ് അടി കിട്ടിയിട്ട് ബിജുമേൻ്റെ കാലിൽ വന്ന് വീഴുന്നൊരു സീനൊക്കെ ഉള്ള. സിയാദ് ഇപ്പോഴും വിളിക്കും, എടാ എന്തെങ്കിലുമൊക്കെ നിൻ്റെ വരുമ്പോൾ. അങ്ങനെ ദൂരം പേര് ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലോ. ജീവിതങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ കൊച്ചിയിൽ നിങ്ങൾക്ക് അറിയാതെ എത്രയോ ആളുകൾ അഭിനയിക്കാനും സിനിമ ഉണ്ടാക്കാനും തിരക്കഥ എഴുതാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം. എന്നല്ലേ പറഞ്ഞാൽ നമ്മൾ കാണുന്നതിൻ്റെയും അറിയുന്നതിൻ്റെ അപ്പുറത്തെ ആളുകൾ ഇതിനു വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരെ സാധ്യതകളുണ്ട്. ഇപ്പോൾ അവർക്കിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ RDX ഹിദായത്ത് അവനോട് മറ്റേ സൊമാറ്റോയിൽ വർക്ക് ചെയ്തിരുന്നു. ഇന്ന് പിള്ളേർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകളുണ്ടായി. മീൻസ് എന്തെങ്കിലും തൊഴിലൊക്കെ എടുത്ത്, അല്ലെങ്കിൽ പകൽ ഊബർ ഓടി, അല്ലെങ്കിൽ രാത്രി ഊബർ ഓടി, പകൽ സിനിമയിൽ അങ്ങനെയൊക്കെ നോക്കി പല വരുമാനത്തിന് സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മുടെ കാലത്തൊന്നും ഒന്നുമില്ലല്ലോ. ഞാനൊക്കെ ചേരുന്ന വണ്ടി കയറുക, രാവിലെ 6 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ബസ്സില്ല, തലേദിവസം ഒന്ന് കിടക്കേണ്ടി വരും. അല്ല, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഈ പെട്രോൾ എടുക്കാൻ മലപ്പുറം സൈഡിൽ നിന്ന് ടാങ്കർ ലോറി വരും, അതിൽ കയറി വരും. വണ്ടിക്കൂലി ലാഭമാണ്, അവർക്ക് 10 റുപ്യ 20 റുപ്യ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ കയറി വന്ന് അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ കഥനകഥ മറ്റേ കുടമ്പകത്തെ പൈപ്പ് വെള്ളം പോലെ നമ്മളിങ്ങനെ പറയേണ്ട കാര്യം. എല്ലാവർക്കും ഇതുപോലെയുള്ള കഥകളൊക്കെ ഉണ്ടെന്നേ. സ്ട്രഗിൾ ചെയ്യാതൊന്നും ആരും വന്നിട്ടില്ല. പക്ഷേ കരുത്തുണ്ടാവണം, ഇവിടെ നിൽക്കാനുള്ള വിൽ പവർ. ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതല്ല, എനിക്ക് പറ്റും, ഐ ക്യാൻ എന്നുള്ള സാധനത്തിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നിരാശരാവുക എന്നുള്ളത് നിരാശർക്ക് പറ്റിയതല്ല. പിടിച്ചു വെക്കാനുള്ള മനക്കരുത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശ്രമിച്ചിട്ട് വിട്ടുകളെ നിറക്കുള്ള അല്ല സിനിമ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഒരു ശ്രമം എന്നുള്ളതേ എന്തോരം ശ്രമങ്ങളിലൂടെയാണ് ഒന്ന് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതല്ലോ. നിരന്തരമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സിനിമ ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയെ. അല്ലാതെ ഇപ്പോൾ ആർക്കുമില്ലെന്നേ, അങ്ങനൊന്നും ഇല്ല. നമുക്ക് തന്നെ പറഞ്ഞിട്ടില്ല, പലരും മണിക്കെന്ന് പറയുന്ന സിനിമ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ്. ശരിയാണ്. മറ്റേ ഇതെന്തോ കുശുബം നമുക്ക് കൂടി വെച്ച് രഞ്ജിത്തേട്ടൻ്റെ സിനിമയുടെ പേരെന്തായിരുന്നു? കയ്യൊപ്പ്. അത് മനോഹര കവിത പോലുള്ള കവിത പോലത്തെ സിനിമ കയ്യൊപ്പ്. എത്രയോ വട്ടം രഞ്ജിത്ത് നമുക്ക് സിനിമ ചെയ്താലോ? നീ അന്ന് പറഞ്ഞ പഴയത് ഞാനിപ്പോൾ ഫ്രീ ആടാ, നമുക്കിപ്പോൾ ചെയ്യാടാ, അങ്ങനെ ചെയ്യാണ്. അല്ലാതെ ആഗ്രഹമാണല്ലേ ശരിക്കും ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്കയ്ക്ക് മാത്രമല്ല, ഇപ്പം ഇക്കും ചൂസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പം. ഇന്നലെ ഞാൻ തരുണായിട്ട് ഞാൻ സംസാരിച്ചു. തരുൺ, ഞാൻ പേരൊന്നും പറയില്ല, തരുൺ ഇങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒക്കെ അങ്ങനെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ കുറച്ച് നടന്മാരുടെ ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കേണ്ട, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കേണ്ട. ഞാൻ ലീഡിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നിട്ടും
അപ്പം ഇത് സിനിമയുടെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ഒരാളോട് ചോദിക്കുക എന്നുള്ളത്, എനിക്ക് പണി അറിയാം, എന്നെ ആരെങ്കിലും വന്ന് വിളിച്ചോളും എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ നടക്കുന്ന കാര്യമല്ല സിനിമ. നമ്മൾ നിരന്തരമായിട്ട് ഉള്ള ആളുകളോട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അൻവർ റഷീദിനോട് ചോദിച്ചുള്ളൂ, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആളുകളോട് ചോദിക്കുക. അത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുക. സുരാജ് ചേട്ടൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. നല്ല ആൾക്കാരെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിക്കും. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും ചെയ്യും. അത് എന്നൊരു ഈഗോയും ഉണ്ടാവരുത്, അതിനൊരു മനസ്സ് വേണം ശരിക്കും. പിന്നെന്താ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നൊരു സാധനമാണ് ശരിക്കും. ഈഗോൻ്റെ അല്ല, ഇൻഡസ്ട്രിയുടെ അതാണ് അതിൻ്റെ വഴി. നമ്മളിപ്പോൾ ഒരു റോഡ്, ഇങ്ങോട്ടുള്ള റോഡ് ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ വന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. അതെ അതെ അതെ. അല്ല ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്, അല്ല ഇങ്ങോട്ട് വാ, അല്ല എനിക്ക് ഇനി അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല എന്നുള്ള നടക്കുന്ന കാര്യമില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ അപ്പോൾ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കിഷ്ടമുള്ള, നമുക്ക് പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇയാളുടെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാൻ തോന്നുന്ന ആളാണെങ്കിൽ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ അവഗണിക്കും അല്ലെങ്കിൽ വിളിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവഗണിക്കായിട്ട് കാണണ്ട, അവർക്ക് നമ്മൾ ആവശ്യമില്ലാന്ന് തിരിച്ചറിയാം. ജഗദീഷ് ശ്രീകുമാർ സാർ പറഞ്ഞൊരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ മാക്സിമം അവസരം ചോദിച്ച് വിളിച്ചുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ പോലും ശല്യം തീരാനായിട്ടെങ്കിലും നമുക്കൊരു വേഷം കിട്ടും, അവരിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. നിരന്തരം കുറേ കാലം കൊടുത്തേക്കാം, കൊടുത്തൊഴിവാക്കിയേക്കാന്ന് പറഞ്ഞാൽ കിട്ടണേ ചിലപ്പം, പക്ഷെ അതായിരിക്കും നമ്മുടെ ഒരു പിടിവള്ളി. അതെ. സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ സൗഹൃദങ്ങൾ ശാശ്വതമാണോ, അല്ലെങ്കിൽ സിനിമയിലെ നന്ദി എന്ന് പറയുന്നൊരു വാക്കിനെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ പണ്ട് അതിപ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു കവിതയിലത്തെ ഒരു വരികളുണ്ട്, എത്രമേൽ കെട്ടിപ്പിടിച്ചാലും ഇന്ന് നാം തൊട്ടുപോകില്ല പരസ്പരം മേനയിൽ എന്നൊക്കെ പറയുന്ന റിലേഷൻ്റെ കൂടുതലുള്ള ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല അടുപ്പമുള്ള, എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു ഏരിയയാണ്. പിന്നെ നമ്മളങ്ങനെ കാണണ്ടാന്നേ, നന്ദി ഉണ്ടാവണം അങ്ങനൊന്നുമില്ലാതെ, ഒരാളൊരു പണിയെടുക്കുന്നു, ആൾ പോകുന്നു, അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ എപ്പോഴും ഒരാൾ താങ്ക്സ്ഫുള്ളായിരിക്കണം, ഇനി കടപ്പെട്ടിരിക്കണം, അങ്ങനെ കാണണ്ട. അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വൈരുദ്ധ്യങ്ങളൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ അയ്യോ ഭയങ്കര ബോറൊക്കെ ആയിട്ട് തോന്നുന്നൊരു മേഖലയാണ് സിനിമ. പക്ഷേ നമ്മളങ്ങനെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ. കാരണം സിനിമയിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, സർവൈവ് ചെയ്യാൻ വേണ്ടി. ചില ഒരു സംവിധായകൻ, ഇപ്പം ഞാൻ പറയാം, കുമ്പളിങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ട് അദ്ദേഹം അടുത്തൊരു സിനിമ ചെയ്തിട്ടില്ല. ഇൻഡസ്ട്രി ഹിറ്റാണ് മധുവിന്. സിനിമ അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഹിറ്റടിച്ച ആളുകൾ പോലും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. അപ്പോൾ നമുക്ക് ഒരാളെ അക്കമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ താങ്ക്സോടെ ചേർത്ത് പിടിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. എല്ലാവരും അവനവന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ആളുകൾ ചില മൈൻഡ് ചെയ്യാതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഷുഗറും പ്രഷറൊക്കെ വരും മനുഷ്യ, നമ്മളിത് വളരെ കൂളായിട്ട് കാണാം. പ്രശ്നം ഈ ലാലേട്ടൻ പറയുന്നവർ ഇതുപോലെയാണോ, അതിനെ കഴിച്ചാൽ വിട്ടേക്ക്, നമ്മളിപ്പോൾ ജീവിക്കുന്നു ആ ഒരു കൂടുതലാണോ ശരിക്കും? സത്യം, അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ അയാൾക്കൊരു നന്ദിയില്ല അല്ലേ, അതായത് ഞാൻ എന്തുപോലെ അങ്ങനെയൊന്നും കാണണ്ട. ഒരവസ്ഥകളാണ് അതൊക്കെ മനുഷ്യൻ്റെ. ആ അവസ്ഥകളിലൊക്കെ കടന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനും അകറ്റാനും ഒക്കെ ഓരോരുത്തർക്ക് പറ്റും. നമ്മളങ്ങനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ അതിന് നന്ദിയായിട്ട ലോകമാണ് സിനിമ എന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ നമ്പാൻ കൊള്ളാത്തൊരു കാപട്യമുള്ള ലോകമാണെന്ന് അങ്ങനെയൊന്നും കാണണ്ട. എല്ലാ ലോകത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സിനിമ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയിൽ ജീവിക്കുന്നത്. സിനിമ എൻ്റെ ആവശ്യം. അതെ. അപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല, സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ആവശ്യമാണ്. അങ്ങനല്ലേ? അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ വെട്ടിപ്പിടിക്കലല്ല, എങ്ങനെയും നിലനിൽക്കാനുള്ള ശ്രമത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനോട് മിനിമം നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്.
നന്ദിയില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. പാർവതീപരണയം തൊട്ട് ഇങ്ങോട്ട് പെണ്ണേഴ്സ് വരെ എത്തി നിൽക്കുമ്പോൾ ഈ നടൻ എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അത്രമാത്രം പുതുക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലടാ. അല്ല, വളർച്ച എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ രൂപത്തിൽ മാറുന്ന പോലെ, ശബ്ദത്തിൽ മാറുന്ന പോലെ, ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് പോലെ നമ്മളും ഇങ്ങനെ കുറേ കാലമായാലും ഈ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സ്വയം നവീകരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. പിന്നെ വെച്ചാൽ നമ്മൾ ഈ വായനയും അതിന് വലിയ ഗുണം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു മനുഷ്യനെ നവീകരിക്കുന്ന ഒന്നാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ സിനിമ കാണുമ്പോഴൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വായന കുറച്ചും കൂടി കണക്റ്റഡാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാനൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അത്ര കാഴ്ചയ്ക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ കാണുന്നില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ ഇപ്രാവശ്യം ഇഫിയും പോയി IFFKയും പോയി സിനിമ കാണുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വായനയും കൂടി അതിനെ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെന്നായാലും നടനെന്നായാലും എന്നെ നവീകരിക്കാൻ ഉപകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രമാത്രം അത് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വായനയുടെ ഒരു പ്രത്യേകത നമുക്ക് അത്രയും നമ്മൾക്ക് എഴുത്തുകാരൻ എഴുതി വെച്ചതിലും അതിൻ്റെ 10 ഇരട്ടി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതെ. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, സിനിമ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? സംവിധാനം ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. മീൻസ് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പണിയാണ്, ഭയങ്കര ബുദ്ധി വേണ്ട പണിയാണ്. അത് നമുക്ക് പിന്നല്ല എക്സിക്യൂട്ടീവ് ചെയ്യുക, അതൊക്കെ വലിയ എപ്പോഴെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്നൊക്കെ വലിയായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാണ്ടായപ്പോൾ ഞാനതൊക്കെ കീറിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രമിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 1-2 സബ്ജക്റ്റിൽ ഞാൻ എഴുതി വന്നപ്പോൾ അത് വേറൊരു സിനിമയായിട്ട് വേറൊരു സിനിമയുടെ സബ്ജക്റ്റുമായിട്ട് ഭയങ്കര സാമ്യം തോന്നിയപ്പോൾ ഞാനത് കീറിക്കളയുകയാണ് ചെയ്തു. വേറൊന്നും തന്നെ. പക്ഷേ പിന്നെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ലഞ്ച് ബോക്സ് പോലത്തൊരു സിനിമ ഒക്കെ എഴുതണമെന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് പോലത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ഇത് രണ്ടില്ലേ ആഗ്രഹം. സംഭവിക്കട്ടെ. അതുപോലുള്ളൊരു ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്ന സിനിമ എഴുതണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ആരുടെയെങ്കിലും കൂടെ ചേർന്നിട്ടായാലും എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോണർ ഏതായിരിക്കും സിനിമ? വായിക്കാൻ കവിതകളും പുസ്തകങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജോണർ എന്തായിരിക്കും സിനിമ കാണാൻ? ഞാൻ എല്ലാത്തരം സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നാലും കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രണയ സിനിമകളോട് ഇങ്ങനെ താല്പര്യമുള്ളത്. പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതപ്പോൾ ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയാനുള്ള കാരണം അതിൻ്റെ ഒരു ആ ഫ്ലേവറുള്ള സിനിമകളൊക്കെ ഭയങ്കര എന്നാൽ ഭയങ്കര കമേഴ്ഷ്യലാവാതെ കുറച്ചുകൂടി അടുപ്പോൾ. കയ്യപ്പ് ഇഷ്ടപ്പെടാനുള്ള റീസൺ മറ്റൊന്നുമല്ല. ഞാനത് ഒരു 12 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. ഓരോ തവണ കാണുമ്പോൾ നമ്മളൊന്ന് സിനിമ കാണുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള സിനിമയാണ് കയ്യപ്പ് അല്ലേ. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് അത്ഭുതമാണ് ആ സിനിമ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സിനിമകൾ കമേഴ്ഷ്യലായിട്ട് അതങ്ങനെ മെജോറിറ്റി അങ്ങ് എത്തുന്നില്ല, മെജോറിറ്റിയിലേക്ക് ഭൂരിപക്ഷത്തിൻ്റെ സിനിമയായി മാറുന്നില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഇക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം. അത് ഇത്രയും വർഷമായ സിനിമയിൽ ഇത്രയും പരിചയങ്ങളുണ്ട്, ഇത്രയും ഹോൾഡുള്ളൊരു വ്യക്തിയാണ്. സിനിമയിൽ ഉറച്ചു വന്നു നിന്നു സ്റ്റേബിളായി. കുറച്ചധികം വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തേക്ക് ഒരു സെലക്ഷൻ പ്രൊസീജർ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഒരു സഹനടനെ സംബന്ധിച്ച് ഒരു നായകൻ ഷോൾഡർ ചെയ്യുന്ന പോലുള്ള ടെൻഷൻസ് ഒന്നും ഒരു സഹനടൻ അല്ലെങ്കിൽ ഒരു വില്ലൻ, നായകൻ അല്ലാതെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു ടെൻഷനില്ല, നായികയ്ക്കും ഇല്ല. സംവിധായകനും നായകനുമാണ്, അല്ലെങ്കിൽ റൈറ്റർ, ഒരു പരിധിവരെ റൈറ്റർക്കുമാണ് ആ സിനിമയുടെ പരാജയത്തിൻ്റെ ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുന്ന ആർക്കും അങ്ങനത്തെ ഒരു ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വരുന്നതെല്ലാം കമ്മിറ്റ് ചെയ്യുകയാണോ, അപ്പോൾ അതെയോ ഇപ്പം നോക്കിയും കണ്ട് മാത്രമാണോ സിനിമകൾ എടുക്കുന്നത്? വരുന്നതിലൊരു 90% ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ എന്നിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ എനിക്കും കൂടി തോന്നുന്ന സാധനങ്ങൾ മാത്രമേ എന്നിലേക്ക് എത്തുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ വന്നിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നായക വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാനത് പിടിക്കാതിരിക്കുന്നതാണ്.
കാരണം അതിന് പിന്നാലെ പോയി അത് ഒരു തിയേറ്ററിലേക്ക് ആളെത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പിന്നെ ആ ടെൻഷൻ എടുക്കുക, വലിയ സിനിമ, അതൊരു മുതൽ മുടക്ക്, ഒരുപാട് ആളുകൾ അതിൻ്റെ പൈസ ഇറക്കുന്നതാണ്. നമ്മളത് ഒരു രീതിയിൽ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് ഈ നായക പരിപാടി എന്നുള്ളത്. അതൊരു മാസത്തിൽ 2 വരും നായക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പക്ഷെ ഒന്നും എടുക്കാറില്ല. ഇല്ല. കൊമേഴ്ഷ്യൽ പടങ്ങളാണോ അതോ കൂടുതലും കുറച്ച് പറഞ്ഞിരുന്ന ആ രീതിയിലുള്ള പടങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കും. സമാന്തര സിനിമകളാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 50 രൂപയ്ക്കൊക്കെ തീർക്കാവുന്ന സിനിമകളല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മളത്, അല്ലെങ്കിൽ 1 രൂപ, അതൊക്കെ അവർ സർവൈവ് ചെയ്യുക. അതൊരു 3 രൂപ 4 രൂപ എന്നൊക്കെ പറയുന്ന സിനിമകളിലൊന്നും എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാറില്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ റിസ്ക് എടുക്കണ്ടേ? ഇപ്പം ജോജു ജോർജിൻ്റെ ഒരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് വന്നിട്ട് അദ്ദേഹം എടുത്ത ഒരു റിസ്ക് അല്ലേ ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ ശരിക്കും മാറ്റിക്കളഞ്ഞത്? ആ ഭ്രാന്ത് എനിക്കില്ല. നാളത്തെ ക്യാപ്ഷൻ ജോജുവിൻ്റെ ഭ്രാന്ത് എനിക്ക് അത് ചെയ്യില്ലട്ടോ, ഞാനല്ല ബാക്കി എടുത്തിരുന്ന അത്ര ഭ്രാന്തില്ല. അങ്ങനെ പറ്റാണ്ടോ അത്രയൊന്നും. അത് അവനെടുക്കണമെന്ന് പോലെ അതൊക്കെ ഒരു വലിയ റിസ്ക് അല്ലേ. അവൻ ജോസഫ് ഡബ്ബിങ് അടക്കുന്ന ദിവസം എന്നോട് പറഞ്ഞു, പടം പൊട്ടിയാൽ ഒരു 3 കോടി ബാധ്യത എനിക്കുണ്ടാവും. കാരണം അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ 2 കൊല്ലം പടം വല്ല പണിയെടുത്താൽ ചിലപ്പോൾ വീട്ടാൻ പറ്റില്ലേ. അങ്ങനെയൊക്കെ അവനത് കൂടാതെ അങ്ങനെ അത്രയൊന്നും ഹെവി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം പോലും എടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പുള്ളി അതുവരെ കാൽക്കാട്ടിയാണ് സിനിമ 2 കൊല്ലം പണിയെടുത്താൽ ചിലപ്പോൾ അതൊക്കെ വീട്ടാൻ പറ്റിയായിരിക്കും, കുഴപ്പമില്ല, 5 പണിയെടുക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയൊന്നും മനക്കരുത്തില്ലടോ. അല്ല, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പോലും നല്ലൊരു പ്രൊഡക്ഷൻ ബാനറിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സംവിധായകന്റെ പടത്തെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പുതിയ പിള്ളേര് വരുന്നു, പുതിയ ആൾക്കാരാണ്, പുതിയ ആളുകളെ വരുന്നത്. അതല്ല അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടൊരു വലിയ ബാനർ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നൊരു ബാനർ വരുന്നു, നിങ്ങളൊരു പടം പരിപാടി പിടിക്കുന്നു, ഉറപ്പായിട്ടും ഞാൻ കൈ കൊടുക്കും. അതല്ല, ഈ പുതിയ ആളുകൾ വരുന്നു, അവർ പുതിയൊരു പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുന്നു. ഞാൻ റിസ്ക്കാണ്, ഞാൻ അത് പ്രൊഡ്യൂസറെ പറയും, റിസ്ക്കാണ്. നമ്മൾ വലിയ എങ്ങനെ തിരിച്ചു കിട്ടുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ഷോൾഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതിന് തിയേറ്ററിൽ ആളെത്തിക്കാൻ നമ്മൾ എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഈ കാലത്തൊന്നും അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ അത് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിങ്ങനെ ഇത്ര കാലം അവിടെ നിന്നില്ല, ഇനിയും കുറച്ച് കാലം കൂടെ നിന്ന് പൊക്കോളും. ഇത് പറഞ്ഞപ്പോഴത്തെ അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ തന്നെ സർവൈവ് ചെയ്ത് പോകുക എന്നതാണോ ലക്ഷ്യം, അതെയോ വേറൊരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻ മനസ്സിലുണ്ടോ? 30 വർഷം നല്ല ഒരു ഒഴുക്കിനൊപ്പം പോയി അതേപോലെ പോയി സുഖകരമായിട്ട്, ആദ്യം സുഖം എന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല, ഒന്നും എൻ്റെ പ്ലാനിലില്ല. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാമെന്ന് മാത്രമേ. കുറച്ചുകൂടി നല്ല കഥാപാത്രങ്ങൾ കിട്ടണം, കുറച്ചുകൂടി നന്നായി, ഇപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ, അതിലേക്കുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താൻ ഉള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ 30-ാം തീയതി വലതുവശത്തെ കള്ളൻ റിലീസാണ്. അത് കഴിഞ്ഞ് ഇറങ്ങാനുള്ള സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേഷമാണ് ചെയ്യുന്നത്. എൻ്റെ പഴയ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുപോലെ കുറച്ചുകൂടി രസമുള്ള കഥാപാത്രങ്ങൾ എന്നിലേക്ക് വന്നാൽ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത ഡയലോഗ് അതായിരുന്നു, ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കാണാതെ വളരെ സിമ്പിളായിട്ടുള്ളതിൽ ആകാശത്തോളം മോഹിച്ചോളം കുന്നോളം കിട്ടുന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് നിരാശനാവുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെറുതായ ഒരു ഒറ്റ ജീവിതം. ഇനി അധിക കാലത്ത് എത്ര കാലം ഉണ്ടാവും, ഉള്ള കാലം ഹെൽത്തോടെ. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കൂടെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരേ ഒരു കാര്യം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ, എൻ്റെ ശരീരം ഇങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, മറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പുതിയ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരം ആരോഗ്യത്തോടെ സംരക്ഷിക്കുക,
വന്നു ചേർന്നോളും. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണല്ലേ? തീർച്ചയായിട്ടും. വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സമാധാനം. ഈ പെട്ടെന്ന് ഇർഷാദൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഒരു എസ് പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ പറ്റും? ഞാൻ വന്ന് എന്ത് പറഞ്ഞാൽ ഇർഷാദ് പിന്നെ അതാ റെഡി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ഒരു കാര്യം? ഞാൻ എന്തിനും നോ പറയാനല്ലോ അതിന്. അങ്ങനെയല്ല, അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇതായിപ്പോയി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു ചായ കുടിക്കാൻ പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഇവിടെയുള്ള നമ്മളുടെ ക്യാമറ ടീമിലുള്ള അമ്മമാരുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ മന്തി കഴിക്കാൻ പോകുന്ന മാറി ഏത് പാതിരാത്രി ഏത് ഉറക്കത്തില്ല പിന്നെന്താ പോവാം? ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും അത്. അതുപോലെ ഞാൻ പറയുന്നൊരു കാര്യം, അത് ഇക്കയ്ക്ക് എപ്പോൾ ഏത് പാതിരാത്രി കേട്ടാലും ഞാനതിൽ റെഡിയാണെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ സിനിമ ആണെന്ന് പറഞ്ഞായിരിക്കാം, മേ ബി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. മനസ്സിലായി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. പോവാ യാത്ര പോവാന്ന് വെച്ചാൽ അപ്പം ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ പോകും. യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരുടെ കൂടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ. ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ച സിനിമയും കുറച്ചൊക്കെ അല്ലാതുള്ള യാത്രകൾ, അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മളിനി കുറച്ച് ഇക്കടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇപ്പം അടുത്ത വർഷം നമ്മുടെ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ ഇമ്മീഡിയറ്റ് വരുന്നുണ്ട്. ഞാൻ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനതൊക്കെ ഉണ്ട്. ഇത്തവണ ഒരുപാട് സെലിബ്രിറ്റി മത്സരാർത്ഥികളെ ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമമാണ് ഇരു പാർട്ടിക്കാരും, അല്ല 3 പാർട്ടിക്കാരും എന്നാണ് മൊത്തത്തിൽ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് കേട്ടിട്ടില്ല. എന്തൊക്കെയാണ്? ഇല്ല, ഇതൊക്കെ കേട്ടില്ല. പക്ഷെ എന്നാലും മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം തീവ്രമായ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇർഷാദ്. അതൊക്കെ എനിക്ക് വളരെ പേഴ്സണലി അറിയാം. എങ്ങനെയാണ് സാധ്യതകൾ? തുടർഭരണം അല്ലെങ്കിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ എന്തായാലും മത്സരിക്കാനൊന്നുമില്ല. അങ്ങനൊരു ആലോചനകളൊക്കെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയില്ല. പിന്നെ സാധ്യതകൾ കാണുന്നൊരു തുടർഭരണത്തിലുള്ള സാധ്യതകളാണ് കാണുന്നത് എനിക്ക്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിത്തിരി ഇടിവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ജാഗ്രതയോട് കൂടിയിട്ടുള്ള, മറ്റേ ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് അത് എല്ലാം അപ്പം അത് കുറച്ചും കൂടി പണിയെടുത്താലേ കിട്ടുള്ളൂ. കാരണം രാജ്യത്ത് നമ്മുടെ നാടിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എണ്ണി പറഞ്ഞാൽ ഗുണകരമാവുന്ന അല്ലെങ്കിൽ തിരിച്ചു വരാവുന്ന സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് വരും, UDF വരും എന്നുള്ളത് അതിപ്പോൾ അത്ര അപകടം പിടിച്ച കാര്യം ആയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ തുടർച്ചയ്ക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ വന്നാൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിലും എനിക്കങ്ങനെ എൻ്റെ ബോധ്യങ്ങളിൽ അങ്ങനെയാണുള്ളത്. ഈ ഒരു തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കേൾക്കുന്നത് മുഖ്യമന്ത്രി ആരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശൈലജ ഫാക്ടർ വെച്ചിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പിണറായി സഹാവ് തന്നെ ആയിരിക്കും, അദ്ദേഹം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഈ ഉള്ളിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് എന്തെങ്കിലും? ഞാൻ അങ്ങനെ പാർട്ടിക്കകത്തുള്ളിലുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഇതൊക്കെ മീഡിയാസ് ഇപ്പോൾ ഷൈൽ ടീച്ചറെ മുന്നിൽ നിർത്തിയിട്ട് പോവും, പിണറായി സഖാവ് മത്സരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മത്സരിച്ചാൽ തന്നെ ജയിച്ചാൽ മാറിയേക്കും എന്നൊക്കെ പറയുന്ന അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മൾ അത്ര കണ്ട് രാഷ്ട്രീയക്കാരനാവണ്ട. എനിക്ക് ആത്യന്തികമായിട്ട് ഞാൻ രാഷ്ട്രീയം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം താല്പര്യമുള്ള മീൻസ് അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഞാൻ സിനിമക്കാരനാണ്. എനിക്ക് സിനിമയാണ് എൻ്റെ ശ്വാസം. ഓക്കെ, അതിൻ്റെ അർത്ഥം രാഷ്ട്രീയത്തിൽ നീ കൂടുതലൊന്നും ചോദിക്കണ്ട. ഓക്കെ, അല്ല എനിക്ക് 1-2 ചോദ്യങ്ങൾ കൂടെ ഉള്ളത്. ഇപ്പം തമിഴ്നാട്ടിലിപ്പോൾ വിജയ് വരുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ഒരു മൊത്തത്തിലൊരു പ്രവണത എന്ന് വെച്ചാൽ ഒരു സ്റ്റാർഡം ഉണ്ടെങ്കിൽ ആ സ്റ്റാർഡത്തിൽ മയങ്ങി അവിടെ വോട്ട് കൊടുക്കുക, അങ്ങനെ ഒരു പ്രവണത തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇപ്പം നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ പേരുകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമ്മളൊരു മണ്ഡലത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റാർഡം വോട്ടായിട്ട് കൺവേർട്ട് ആവും തോന്നുന്നുണ്ടോ? സ്റ്റാർഡം വോട്ടായിട്ട് കൺവേർട്ട് ആവില്ല. അത് കേരളത്തിൽ അത് വിലപ്പോവാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ മുരളിയേട്ടൻ ജയിക്കേണ്ടതല്ലായിരുന്നു. ഒരു അപവാദമായിട്ട് സുരേഷ് ഏട്ടൻ ജയിച്ചതിന്
അത് വേറെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് ഉണ്ട്. ഒരുപാട് ഫാക്ടറി സ്റ്റാർഡം മാത്രമല്ല. അല്ല. ഇപ്പോൾ തൃപ്പൂണിത്തുറ പിഷാരടി മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. തൃപ്പൂണിത്തുറ ഒരു UDF അനുകൂല മണ്ഡലമാണ് ശരിക്കും പറഞ്ഞാൽ. പിഷാരടി വന്നു കഴിഞ്ഞാൽ ഒരു ഓണമുണ്ടാവും. അതെ, ഇതിൻ്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ. അല്ലാതെ ഇപ്പം ഞാൻ പറയാം, മട്ടന്നൂർ കൊണ്ടുപോയിട്ട് പിഷാരടി നിർത്തി ജയിക്കാൻ പറ്റും? ഇല്ല. സ്റ്റാർഡം ഇവിടെ അംഗീകരിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അല്ല, സാധ്യത വളരെ കുറവാണ്. തമിഴ്നാട് പോലെ അല്ല, നമ്മൾ ഭയങ്കര പൊളിറ്റിക്കലൊക്കെ തന്നെയാണ് ആ കാര്യത്തിലൊക്കെ. ഈ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നോ അതിനെ? ഇല്ല, ഞാൻ ബോധപൂർവ്വം ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഇറങ്ങിയാൽ കാരണം എത്ര പഞ്ചായത്തുണ്ട്? 1900 പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയാലേ ബ്ലോക്ക് അത് ഓരോ വാർഡിൽ വേണ്ടിയിട്ട് പോയി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഞാൻ പറയും ഞാനില്ല. ഒരു വീഡിയോ വിഷസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഒരാൾക്ക് കൊടുത്താൽ എല്ലാവരും കൊടുക്കണം. ഒരു എത്ര 900 സംതിങ് പഞ്ചായത്തുണ്ട്. ചേട്ടൻ്റെ വാർഡിലെ പോലും കൊടുത്തില്ല. ഇക്കടെ വാർഡിലെ പോലും ഇല്ല. ഞാൻ അത് ആ വാർഡിൽ കൊടുത്താൽ വെച്ചാൽ ഒരു പഞ്ചായത്തിൽ എത്ര വാർഡുണ്ട്? ഒരു 15 വാർഡ് കൂട്ടാതെ ആ 15 വാർഡിലും കൊടുക്കണം. അങ്ങനെ ഈ 900 പഞ്ചായത്തിൽ അല്ലെങ്കിൽ 1000 പഞ്ചായത്തിൽ 15 വാർഡ് എന്തായാലും ഇടതുപക്ഷത്തിന് എല്ലായിടത്തും സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അതൊക്കെ പണിയാവും. അത് ഞാൻ പറഞ്ഞു ഇല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇറങ്ങും. സാധ്യതയുണ്ട്. ഞാൻ ഇറങ്ങാറുണ്ട്. ഇറങ്ങി പ്രവർത്തിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അതൊക്കെ ഡിപ്പെൻസ്. ഇപ്പോൾ ആ നേരത്തെ സിനിമയുടെ തിരക്കുണ്ടെങ്കിൽ ഞാൻ സിനിമയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം എല്ലാം ഉള്ളു. ഈ നമുക്ക് ഭാവിയിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ഞാൻ കണ്ടിട്ടുള്ള എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കണം നിനക്ക്. അങ്ങനെയല്ല, ഇപ്പം ജയകൃഷ്ണൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു രാഷ്ട്രീയ ബോധം വച്ച് പുലർത്തി അതിന് വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് മുതൽ അല്ലാതെയുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരുടെ ഒരുപാട് അധികം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാർട്ടി ഇടതുപക്ഷ അനുഭവപ്പെട്ട് അപ്പം കൂടുതൽ സിനിമയ്ക്കുള്ള ഞാൻ പാർട്ടി മെമ്പറാണ്. അതെ. ഇപ്പം ഞാനതാ ചോദിച്ചത്, വിദൂര ഭാവിയിൽ നമുക്കൊരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനെ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഒരു അറിയില്ല. ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെ ഞാൻ പറയില്ല. നാളെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് തയ്യാറാക്കിയ ഒരു യാത്ര ഒന്നുമില്ല. അങ്ങനെ പോകുന്നു. ഇന്നിപ്പോൾ ഈ രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് എങ്ങോട്ട് എന്നുള്ള ഫ്ലാറ്റിലെത്തുന്നതിന് മുമ്പ് എവിടെയൊക്കെ കയറുന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ എവിടെ ഇവിടെയൊക്കെ കയറാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നൊരു ഇതല്ല. ഈ വണ്ടികളുടെ നമ്മൾ ടോപ്പിക് ഒന്ന് മാറ്റി നമ്മൾ ഏതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം. ഈ വണ്ടികളുടെയൊക്കെ ഒരു താല്പര്യം അങ്ങനെയാണ്. എക്കോ സ്പോർട്ടിൽ നിന്ന് റേഞ്ച് റോവറിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിൽ ജീപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ജീപ്പ് ഉണ്ടായിരുന്നു. സോറി, അത് ഞാൻ വിട്ടുപോയി. എക്കോ സ്പോർട്ട്, ജീപ്പ്, റേഞ്ച് റോവർ. ജീപ്പ് ഇപ്പം കൊടുത്തോ? ജീപ്പ് കൊടുത്തിട്ടാണ് റേഞ്ച് റോവർ കിട്ടിയപ്പോൾ അങ്ങനെ മേടിച്ചു. ഞാൻ പറയില്ല, എനിക്ക് ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഇഷ്ടങ്ങളിലൂടെ ഇങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ നാളെ ഡിഫൻഡർ എടുത്തിട്ട് 1.5 കോടി അല്ലെങ്കിൽ 3 കോടി ചിലവാക്കിയിട്ട് അതൊന്നും ഞാൻ ആലോചിക്കുക പോലുമില്ല. ഇതിങ്ങനെ ഒരു കയ്യിൽ എത്താവുന്ന. പിന്നെ എന്നെ തന്നെ ഒന്ന് പുതുക്കണമെന്ന് എനിക്ക് തോന്നി. ജീപ്പ് 5 വർഷം കഴിഞ്ഞു. പിന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണ്ടേ സ്വയം. എല്ലാം എന്നെ മാത്രമല്ല, വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം, ഫ്ലാറ്റ് പറഞ്ഞ പോലെ ഫ്ലാറ്റ് അപ്ഗ്രേഡ് ചെയ്യണം. ഞാനതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കാം. അപ്പം ഞാൻ പക്ഷേ കൈവിട്ട കളിക്കില്ല. എനിക്ക് കൊക്കിലൊതുങ്ങുമെന്നും തോന്നുന്ന കാര്യങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യും. ഇതുവരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആകെ ഞാൻ കൈവിട്ട കളിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് വേണ്ടി. അത് കളിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ വേറെയും കളിക്കേണ്ട വിചാരിച്ചിട്ടാ. അത് ട്രിപ്പീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു താഴെ വീടില്ല, കറക്റ്റ് എത്തി. അങ്ങനെ പോകണ്ടേ. അതെ 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 അതെ. ഇപ്പം തൃശ്ശൂർ വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഇവിടെ ഫ്ലാറ്റുണ്ട്. അപ്പം എനിക്ക് ഇപ്പം അതല്ല എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നാട്ടിൽ പോയി ഒരു ഗ്രാമം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണോ ഷാദിഖ്? അതോ ടൗണിൽ തന്നെ? ഞാൻ കഴിഞ്ഞ ആഴ്ച തറവാട്ടിൽ പോയപ്പോഴേ എൻ്റെ വീട് കേച്ചിട്ടില്ലാണ്. അതെ. അപ്പോൾ അവിടെ തറവാടൊക്കെ പൊളിച്ചപ്പോൾ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോയി. അപ്പോൾ ഞാനെന്നിട്ട് ഉറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞങ്ങളുടെ റോഡ് ഇപ്പോൾ ഭയങ്കര
വീട് നിൽക്കുന്ന ഏരിയ ഒരു പട്ടിക്കര എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. തൃശ്ശൂർ പാലക്കാട് ബോർഡറാണോ? അല്ലല്ല, ഇത് ഗുരുവായൂരിനടുത്തുള്ള ഗുരുവായൂരടുത്താണ്. കുന്നംകുളത്തിനൊക്കെ അടുത്ത്. ഇതിപ്പോൾ നമ്മൾ കേച്ചേരി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഗുരുവായൂർ ഇല്ല മറ്റേ കോഴിക്കോടേക്ക് ഒരു ബൈപ്പാസ് ഉണ്ട്. ആ റോഡ് ഭയങ്കര രസമുള്ള റോഡാണ്. ഇപ്പം ഇത് രണ്ട് സൈഡിലും വയലൊക്കെ ആയിട്ടുള്ള ഒരുപാട് രസമുള്ള വലിയ വീതിയുള്ള റോഡാണ്. PWD റോഡാണ്. അപ്പോൾ ഈ സർക്കാർ വന്ന ശേഷം ഉണ്ടാക്കിയൊരു റോഡ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മനോഹരമായ റോഡാണ്. ഇപ്പം എന്താ വെച്ചാൽ അവിടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റാണ്ട് രാത്രിയും പകലും ഇങ്ങനെ വണ്ടികൾ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ എറണാകുളത്ത് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും, ഇവിടെ വന്നിട്ട് ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അത് ഞാൻ ചേച്ചിയോട് പറയണ്ടായത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സമാധാനമായിട്ട് ഉറങ്ങാനുള്ളൊരു ഇടമുണ്ടാവുക എന്നുള്ളതാണ്. എവിടെയാണ്? നാട്ടിൻപുറമാണോ? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാത്രകൾ ഇനിയും മനോഹരമാവട്ടെ. അതെ, എല്ലാ യാത്രകളും മനോഹരമാണ്. തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.